ശബരിമലയിലെ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട ആ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഈ ജാമ്യം നൽകിയത്. 90 ദിവസമായിട്ടും കുറ്റപത്രം നൽകാത്തതിനെ തുടർന്നുള്ള സ്വാഭാവിക ജാമ്യമാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് ഗുരുതര വീഴ്ചയുണ്ടായി കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകേണ്ടത്. ഒരു ഘട്ടത്തിൽ കോടതി തന്നെ അന്വേഷണ സംഘത്തോട് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് കുറ്റപത്രം നൽകാത്തത് എന്ന കാര്യം. അതിന് അന്വേഷണ സംഘം പറഞ്ഞ മറുപടി കൂടുതൽ പേരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, വിശദമായ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും എന്നാണ് പറഞ്ഞത്. ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസം 17-ാം തീയതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട ആ സ്വർണ്ണപ്പാളി കേസിൽ അറസ്റ്റ് ചെയ്തത്. അതേസമയം കട്ടിളപ്പാളി കേസിൽ ഇനിയും 3 ആഴ്ച കൂടിയുണ്ട് 90 ദിവസം പൂർത്തിയാകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്. ആ കേസിലും ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. 90 ദിവസത്തിനകം കുറ്റപത്രം നൽകിയില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട് എന്ന സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അതിനു മുമ്പ് കുറ്റപത്രം നൽകിയില്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിന് പുറത്തേക്ക് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ കൊല്ലത്ത് നിന്ന് അരുൺ രാജ് റിപ്പോർട്ട് ചെയ്തതുപോലെ മുരാരി ബാബു 2 കേസിലും ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട കേസിലും കട്ടിളപ്പാളി കേസിലും 2 കേസിലും ഇപ്പോൾ പിടിയിലായിട്ട് കസ്റ്റഡിയിലായിട്ട് 90 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. 90 ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ജാമ്യത്തിനുള്ള അർഹതയുണ്ട്. ആ ജാമ്യാപേക്ഷയുമായി മുരാരി ബാബുവും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മുരാരി ബാബുവിനും ജയിലിന് പുറത്തേക്ക് പോകുന്നതിനുള്ള വഴി ഒരുങ്ങിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കോടതി എടുക്കും. പക്ഷേ 90 ദിവസത്തിനകം കുറ്റപത്രം നൽകിയില്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നതിനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളതെന്നാണ് കൊല്ലത്ത് നിന്ന് അരുൺ രാജ് റിപ്പോർട്ട് ചെയ്യുന്നത്. അരുൺ രാജ് തുടരുന്നുണ്ട്. അരുൺ രാജ്, ഇക്കാര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് വേണ്ടേ കരുതേണ്ടത്? പ്രത്യേകിച്ച് മുരാരി ബാബുവിനെ സംബന്ധിച്ച് 2 കേസിലും ഒരുപക്ഷെ അയാൾ പുറത്തേക്ക് വരുന്നതിനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. അരുൺ രാജ്. തീർച്ചയായും ദിലീപ് കുമാർ കസ്റ്റഡിയിലെടുത്ത പ്രതിയാണ്, റിമാൻഡിലിരിക്കുന്ന പ്രതിയാണ്. എത്ര ദിവസമായി ഓരോ പ്രതികളും തങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന കാര്യം കൃത്യമായി അന്വേഷണ സംഘത്തിന് അറിയാം. എന്നിട്ടും ഈ പ്രതികൾ പുറത്തേക്ക് പോകുന്നതിന് അത് 90 ദിവസത്തെ ഒരു സ്വാഭാവിക ജാമ്യം പ്രതികൾക്ക് അർഹതയുള്ളതാണ്. അതിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളതാണ് എല്ലാ അന്വേഷണ സംഘങ്ങളും ഇതുമായി ബന്ധപ്പെട്ട പ്രധാന കേസുകളിൽ ചെയ്യുന്നത്. അത്തരമൊരു സാഹചര്യമില്ലെങ്കിൽ ഒരു ഭാഗികമായ കുറ്റപത്രമെങ്കിലും കോടതിക്ക് മുമ്പാകെയാണ് അന്വേഷണ സംഘങ്ങൾ സമർപ്പിക്കാറുള്ളത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതുവരെ അത്തരത്തിലുള്ള റിപ്പോർട്ട്, അത്തരമൊരു ഭാഗികമായ കുറ്റപത്രം അന്വേഷണ സംഘം ഈ കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം പോലും പ്രോസിക്യൂഷൻ നന്നായി വേർക്കുന്നത് നമ്മൾ കണ്ടതാണ് കോടതിക്കുള്ളിൽ. കാരണം എന്തുകൊണ്ടാണ് ഈ പ്രതികൾക്ക് ജാമ്യം കൊടുക്കാതിരിക്കാനുള്ള കാരണമായി നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അതിന് പ്രോസിക്യൂഷന് മറുപടിയില്ല. പകരം പ്രോസിക്യൂഷൻ ചില ഉപാധികൾ മാത്രമാണ് മുന്നോട്ട് വെക്കുന്നത്. കാരണം അത് നിയമലംഘനമാണ്, സ്വാഭാവിക നീതിയുടെ ലംഘനമാണ് എന്ന സുപ്രീം കോടതി നിയമമുണ്ട്. അതുകൊണ്ട് പ്രോസിക്യൂഷന് ഇതിനകത്ത് എതിർക്കാൻ കഴിയില്ല. പ്രോസിക്യൂട്ടർ പോലും നിസ്സഹായനായി നോക്കി നിൽക്കേണ്ട അവസ്ഥ കോടതിക്കുള്ളിൽ നിൽക്കുകയാണ്. ഇതിൽ കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ച് SITക്ക് ആശ്വസിക്കാനുള്ളത് കട്ടിളപ്പാളി കേസിൽ നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിലാണ്, അതുകൊണ്ട് പുറത്തേക്ക് പോകില്ല എന്നതായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ഈ മുരാരി ബാബുവിന്റെ കേസിലേക്ക് എത്തുമ്പോൾ മുരാരി ബാബു ഈ കേസുമായി ബന്ധപ്പെട്ട് 2 കേസിലും അറസ്റ്റിലായി 90 ദിവസം പിന്നിടുകയാണ്. ഈ 2 കേസും ഫയലിൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ് കോടതി. അതിൽ വാദം കേട്ട് സ്വാഭാവികമായും അയാൾക്ക് ജാമ്യം കോടതി അനുവദിക്കുകയാണെങ്കിൽ, സ്വാഭാവിക ജാമ്യത്തിന് കോടതി അർഹതയുണ്ടെന്ന് വിലയിരുത്തി പോവുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും പ്രധാനമാവുക മുരാരി ബാബു ജയിലിന് പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ്. ജയിലിലേക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ SITയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. കാരണം ഈ പ്രതികൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ഉണ്ടാകുന്ന വലിയ ഭവിഷ്യത്ത് നേരത്തെ തന്നെ SIT തന്നെയാണ് കോടതിയെ ചൂണ്ടിക്കാട്ടിയത്. അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് SIT ഈ പ്രതികൾക്ക് എതിരെ ഒരു കുറ്റപത്രം, ഒരു ഭാഗിക കുറ്റപത്രം പോലും സമർപ്പിക്കാത്തെന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാവുന്നത്. എന്തായാലും പ്രതികൾ ഇപ്പോൾ ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. SITയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഈ കേസിൽ ഇപ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ ആദ്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിക്കുന്നു. ഇത് ഇപ്പോൾ രണ്ടാമത് കോടതിക്ക് മുമ്പാകെ എത്തുന്നത് മുരാരി ബാബുവിന്റെയാണ്. 2 കേസുകളിലും തനിക്ക് ഇതേ നീതി നിഷേധം, ഇതേ സ്വാഭാവിക നീതി തനിക്ക് വേണമെന്നാവശ്യപ്പെട്ടാണ് മുരാരി ബാബുവും കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കവർന്ന കേസിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. അറസ്റ്റിലായി 90 ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം നൽകാത്തതിനെ തുടർന്നുള്ള സ്വാഭാവിക ജാമ്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചിരിക്കുന്നത്. 2025 അതായത് കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം 17-ാം തീയതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരുന്നത്. നവംബർ 3-ന് കട്ടിളപ്പാളി കേസിൽ പിടിയിലായിരുന്നു. അതിന്
90 ദിവസം പൂർത്തിയാകാൻ ഇനി ഒരു 3 ആഴ്ച കൂടി എടുക്കും. ഫെബ്രുവരി 1-നാണ് 90 ദിവസം പൂർത്തിയാകുക. അതിനകം ഇടക്കാല കുറ്റപത്രമെങ്കിലും നൽകിയില്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി 2 കേസുകളിലും ഈ കുറ്റപത്രം നൽകാത്തതിനെ തുടർന്ന് ജയിൽ മോചിതനായേക്കും, ജയിലിന് പുറത്തേക്ക് വന്നേക്കും എന്നതാണ് ഇപ്പോഴത്തെ നില. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇടക്കാല കുറ്റപത്രമെങ്കിലും നൽകാനുള്ള ശ്രമത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം എന്ന സൂചനയാണ് ലഭിക്കുന്നത്. പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തെങ്കിലും ഇക്കാര്യത്തിൽ 90 ദിവസത്തിനകം കുറ്റപത്രം നൽകണം എന്ന വിധിയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ കേസിൽ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കവർന്ന കേസിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.